എവരിവൺ. അപ്പം ഇന്ന് നമ്മുടെ കിട്ടിയിരിക്കുന്നത് ഡിജി ഓസ്മോ പോക്കറ്റ് 3 ആണ്. ഇത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് $579 ആണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇത് 4K 120 FPS വ്ലോഗ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ക്യാമറ, ഒരു ചെറിയൊരു ഗിംബലാണ്. എൻ്റെ ഒരു അറിവിൽ ഇത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ ഫോണിലാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോണിൽ അത്ര സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊരെണ്ണം എടുത്തു എന്നേ ഉള്ളൂ. ബോക്സിൻ്റെ അകത്ത് വരുന്നത് ഇതിൽ ഗിംബൽ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ വേറൊരു ബോക്സും പിന്നെ ഇതിൻ്റെ കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. പേപ്പേഴ്സ് കാര്യങ്ങളിൽ ഇതിൻ്റെ അകത്ത് അതിൻ്റെ വാറണ്ടി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പം ഒരു ആപ്പിൽ കൂടെ നമുക്ക് വാറണ്ടിയോ അല്ലെങ്കിൽ സർവീസോ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിജിയുടെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. നൈസാണ്, കണ്ടിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്റ്റിക്കറാണ്. പിന്നെ ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്, ആർക്ക് വേണം. നമ്മളെന്തായാലും ഗൈഡ് ബുക്കൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഇനിയിപ്പം അടുത്തത് നമ്മൾ ആ ചെറിയ ബോക്സിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നോക്കാനാണ്. ഇതിപ്പം ഞാൻ എൻ്റെ ഒരു കയ്യിൽ എൻ്റെ ഫോൺ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതുള്ളത് കൊണ്ടാണ് ഇച്ചിരി സ്ലോ ആയിട്ട് തുറക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ തന്നെ ചെറിയൊരു എന്താ പറയുക, അഡാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഒരു എക്സ്റ്റേണൽ ഹാൻഡിൽ പോലെ ചെറിയൊരെണ്ണമുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ചാർജിങ് കേബിൾ എടുക്കാനാണ് ഞാൻ ഈ പാടുപെടുന്നത്. എത്ര ഇതാക്കിയിട്ട് പോരുന്നില്ല. കഷ്ടപ്പെട്ട് ഈ ഒറ്റ കൈ കൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു വിരലിട്ട ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ പിടിച്ചത് എടുത്തു. അതാണ്. പിന്നെ അതിൻ്റെ അകത്ത് അതും ചാർജിങ് കേബിൾ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിസ്റ്റിൽ വെക്കാൻ വേറൊരു സംഭവം വരുന്നുണ്ട്, നമ്മൾ കയ്യിൽ നിന്ന് താഴ്ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. ഈ ഒറ്റ കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തുറന്നെടുക്കാൻ ഭയങ്കര പാടുപെടുന്നുണ്ട്. അപ്പം ഇതാണത്. അപ്പം ഇതിൻ്റെ അകത്ത് അറ്റത്ത് ചെറിയൊരു മൂവബിൾ ചെറിയൊരു ഇതുണ്ട്, നോബുണ്ട്. അപ്പം കയ്യിലിട്ട് കഴിഞ്ഞാൽ അത് നേരെ ഇതാക്കിയാൽ മതി, നമ്മുടെ എന്താ പറയുക, ടൈറ്റ് ചെയ്തെന്ന പോലെ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അടിയിൽ ചെറുതായിട്ടൊരു ക്ലിപ്പ് ചെയ്യുന്നൊരു ജസ്റ്റ് ചെറിയൊരു അതിൻ്റെ ഒരു ഹൈറ്റ് കൂട്ടുന്ന സംഭവം. നമ്മൾ പിടിച്ചു കഴിയുമ്പം നമ്മുടെ ഏകദേശം കറക്റ്റ് ആ കൈയുടെ അവിടെയായിരിക്കും സ്ക്രീൻ വരുന്നത്, അപ്പം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇത് അവർ അതിൻ്റെ കൂടെ തരുന്നതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ചാർജിങ്ങിൻ്റെ ഒരു ഇതും കൂടെ വരുന്നുണ്ട്, ഇതിൽ കൂടെ കുത്തിയിട്ട് വേണേൽ ചാർജ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് അവർ തന്നേക്കുന്നത്. ചാർജിങ് കേബിളും കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എന്നാലും അത് കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും മടങ്ങിപ്പോവും. അറിയാതെ കൈ തട്ടിയാ ഇത് താഴ്ചടിപ്പോയി. വീഡിയോ ഒന്ന് കട്ട് ചെയ്യേണ്ടി ഒന്ന് പോസ് ചെയ്യേണ്ടി വന്നാൽ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആകെ പോട്ടെ. എന്തായാലും എടുത്തു കഴിഞ്ഞാൽ പോട്ടെ. ഇനിയിപ്പോൾ അടുത്തത് ഗിംബൽ എടുക്കുകയാണ് കവറിൽ നിന്ന്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഫോണിൻ്റെ ഒരു പകുതി വെയിറ്റേ കാണുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കവർ വരുന്നുണ്ട്, അതാണ് ഇപ്പോൾ കവറ്. അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കവറും കൂടിയാണ്, ഡ്യൂറബിൾ ആണ്. പിന്നെ ഇതാണ് ഗിംബൽ. ഇതിൽ അതാണ് സ്ക്രീന്. ഒരു എത്ര ഇഞ്ചായിരുന്നത് ഞാൻ മറന്നുപോയി. ഒരു സ്ക്രീനിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അത് പിന്നെ ഞാൻ നോക്കിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാര്യങ്ങളെല്ലാം. പിന്നെ ഇത് അതാ കവറാണ്. കവർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഇത് താഴെ വീണാലും പൊട്ടുന്നില്ല. എന്നുവെച്ചാൽ താഴെ വീഴിക്കരുത്, താഴെ വീഴാൻ ഞാൻ താഴെ വീഴിക്കുന്നുമില്ല. പിന്നെ എന്താ പറയുക, 2 ബട്ടൺ ഉണ്ട്. ഒന്നത് അതിൻ്റെ ആ ക്യാമറ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും, മറ്റേത് അതിൻ്റെ പവർ ബട്ടണും പ്ലസ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണാണത്. അപ്പം ഇതാണ് അതിൻ്റെ ആ ക്യാമറ വരുന്നത്. ഇത് ക്യാമറ ഒരു 4K വരെ പോവും. 4Kയിൽ നമുക്ക് ഏറ്റവും മാക്സിമം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൂടുതൽ കിട്ടില്ല. അപ്പം കൂടുതൽ ഇതിൻ്റെ താഴത്തേക്ക് എക്സ്റ്റേണലായിട്ട് എന്താ പറയുക, ഒരു കുറച്ചുകൂടെ നീളമുള്ള ഒരു ഇതും കൂടെ വാങ്ങാൻ കിട്ടും. അപ്പം അത് കിട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ നേരം ഒരു എക്സ്ട്രാ ഒരു 1 hour 2 hour എക്സ്ട്രാ കൂടുതൽ വെക്കുകയും ചെയ്യാം.
ഇതിൻ്റെ അകത്ത് ഇവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നുണ്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തത്. അപ്പം റൈറ്റിൽ നിന്ന് നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ബാക്കി കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് സൂമും പിന്നെ എന്താ പറയുക വേറൊരു ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഫ്രെയിമിൻ്റെ എന്തോ ഇതാണ്. പിന്നെ ഗിംബൽ റൊട്ടേറ്റ് ചെയ്യാനുള്ളത് ഏറ്റവും താഴെ കാണിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ എപ്പോഴും ക്ലിക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ ആ വലിയ ജോയിസ്റ്റിക്കിൽ 2 തവണ ക്ലിക്ക് ചെയ്യുന്നത് മതി. പിന്നെ അതൊന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ തിരിച്ച് നമ്മുടെ സെൽഫി ഇതിലേക്ക് വരും. അപ്പം നിങ്ങൾക്കത് കണ്ടായിരുന്നു, നിങ്ങളത് കണ്ടായിരുന്നല്ലോ. ഞാനിപ്പം S24 ഞാൻ എടുക്കുന്നത്. ഇപ്പം ഇതിൽ 30 FPS ഇത്രയും 120p 30 FPS അത്രയും കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഓപ്ഷൻ വരുന്നത് ഓട്ടോ ഫേസ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഡൈനാമിക് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ലോ ഉണ്ടോ എന്തോ ഒരു ലോ ഉണ്ടല്ലോ, ആ ഒരു ലോയിൽ വെച്ച് വരുന്നൊരു പരിപാടിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഒന്നുകൂടെ അത് കാണിച്ചു തരാൻ കഴിച്ചു, ഞാനിത് മറന്നുപോയി. പിന്നെ ഇപ്പം നമുക്ക് സ്ക്രീന് നമ്മൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് ടിൽറ്റ് ചെയ്യാം. അപ്പം ജസ്റ്റ് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ഹൊറിസോണ്ടലായിട്ട് സ്ക്രീൻ ടിൽറ്റ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. പിന്നെ നമ്മൾ ജോയിസ്റ്റിക്ക് വെച്ചിട്ട് ഗിംബൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാം. പിന്നെ സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പം ഗിംബൽ ലോക്ക്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുക, ആ ഒരു പൊസിഷനിൽ തന്നെ ലോക്ക് ചെയ്ത് നിൽക്കും. എന്ന് വെച്ചാൽ ഒരു സ്മൂത്ത്, നമ്മളിപ്പം തിരിക്കുവാണെങ്കിൽ ഒരു സ്മൂത്തിലെ ട്രാൻസിഷൻ വരുള്ളൂ. പിന്നെ ഡബിൾ ക്ലിക്ക് ആ ഒരു ജോയിസ്റ്റിക്ക് ചെയ്യുമ്പം ഗിംബൽ വേറെ എവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ സെൻറ്റർ പൊസിഷനിലേക്ക് അതിൻ്റെ ലൈൻസ് വരും. പിന്നെ 3 തവണ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് സെൽഫിയിലേക്ക് പോകും. അതപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തെന്നുള്ളൂ. എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു, ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ലെഫ്റ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഫേസ് ഡിറ്റക്ഷൻ വരുന്നത്, ഓട്ടോ ഫേസ് ഡിറ്റക്ഷൻ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ എന്തോ ഒരു ലോയിനെ ബേസ് ചെയ്ത്. പിന്നെ സ്ലിംഗ് ഷോട്ട് ഇത് 3ാമത്തെ ഓപ്ഷൻ, അത് അതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ മുകളിൽ ഞാൻ SD കാർഡ് ഇട്ടിട്ടില്ല, അതാണ് അവിടെ SD കാർഡ് ഇല്ലയെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു എക്സ്റ്റേണൽ SD കാർഡ് ഇടണം, അത് സൈഡിലുണ്ട്. ഞാനത് കാണിക്കാൻ വിട്ട്, ഞാൻ വിചാരിച്ചു എൻ്റെ തൊണ്ടാവും എന്നുള്ളത്. അപ്പം അതാണ് SD കാർഡ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ വന്നത്. ഞാൻ വേറെ ദിവസം ഇതിനകത്ത് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഇതിൻ്റെ അകത്തൂടെ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വാങ്ങുമ്പം ഒരു മൈക്കും കൂടെ വാങ്ങുന്നത് കുറച്ചുകൂടെ ഉചിതമായിരിക്കും. പിന്നെ ഇതാണ് സൂം ചെയ്തത്, 4x സൂം വരെ പോവും. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാനിപ്പോൾ 1080 കിടക്കുന്നത്, അതുകൊണ്ടാണ് ആ സമയത്ത് അത്രേ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ജസ്റ്റ് സ്ക്രീന് വെർട്ടിക്കലായിട്ട് തിരിച്ച് ടിൽറ്റ് ആക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഇല്ലെങ്കിൽ നമുക്ക് ടിൽറ്റ് ചെയ്ത് ഓഫ് ആവണ്ട എന്നുണ്ടെങ്കിൽ ആ കണ്ടിന്യൂവിൽ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി. അപ്പോൾ ഇനിയിപ്പം ഈ ബോക്സിലേക്ക് നമ്മൾ ഗിംബൽ വെക്കുമ്പം സ്ക്രീൻ തിരിഞ്ഞു വരണം. ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു, അപ്പോൾ വെച്ചിട്ട് അതായില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ പെടാപ്പാട് വിടുകയായിരുന്നു. അതാണത്. അത്യാവശ്യം നല്ല സാധനമാണ്. ഞാനിനിപ്പോൾ യൂസ് ചെയ്തില്ല, ഞാൻ SD കാർഡ് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ലായിരുന്നു. ഇപ്പം ഞാൻ SD കാർഡ് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ യൂസ് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഫസ്റ്റ് അതിൻ്റെ ഗിംബൽ, അതിൻ്റെ ബോക്സ്, പിന്നെ ഒരു എക്സ്റ്റേണൽ ഒരു ക്ലിപ്പിംഗ് വരുന്നുണ്ട്. അതായത് അതിൻ്റെ അടിയിൽ ചാർജിങ്ങിൻ്റെ ഇതിലേക്ക് ആ C ടൈപ്പ് വരുന്നുണ്ട്. അത് C ടൈപ്പ് നേരെ കയറ്റി വെച്ച് അതിൻ്റെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിപ്പ് ആയിക്കോളും. പിന്നെ ഇതിൽ ചാർജിങ് കേബിള്, പിന്നെ ആ ഒരു പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുള്ളൊരു ഇത്, പിന്നെ ബോക്സ്, കുറച്ച് പേപ്പർ, ഇത്രേ ഉള്ളൂ.